അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നത്തെ ക്ലാരിറ്റി ടോക്സിൽ സംസാരിക്കുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി ഫോർ വുമൻസിനാണ്. ഇത് മെയിൽസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. പക്ഷേ ഈവൻ അത് ലേഡീസിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും പ്രഗ്നൻ്റ് ആവാൻ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് പോലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അനുഭവമാണല്ലോ, നമ്മളെ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത്, നമ്മുടെ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ പുസ്തകം വായിച്ച് പഠിക്കുന്നതിനേക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കേൾക്കുമ്പം അത് നമ്മുടെ ലൈഫിൽ കൂടുതൽ അപ്ലിക്കബിൾ ആക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളേറ്റവും പ്രധാനപ്പെട്ടൊരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാലഘട്ടമാണ് നമ്മുടെ വിവാഹശേഷം നമ്മുടെ ഡെലിവറി, നമ്മൾ കൺസീവ് ചെയ്യുന്ന സമയവും അതുപോലെ തന്നെ അതിന് വേണ്ടി നമ്മളുടെ ആഗ്രഹിച്ച് തുടങ്ങുന്ന സമയം മുതൽ പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയവും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ബാക്കി ആ ഒരു 9 months, പിന്നെ കുറച്ച് ദിവസങ്ങളും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമ്മൾ ആ ഒരു ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സമയമാണ്. വളരെയധികം ഇമോഷണലി നമുക്ക് വളരെയധികം സപ്പോർട്ട് വേണ്ട ഒരു സമയമാണത്, അല്ലേ? അപ്പോൾ നമ്മളിൽ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പെയിനാണ് എന്താണ്, ഇമോഷണലി നമ്മൾ അവിടെ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകാറുണ്ട്, അല്ലേ? നമുക്ക് നമ്മളുടെ പ്രയാസങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായെന്ന് വരില്ല. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് തരുന്നുണ്ടാവും, നമുക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ചുറ്റിലുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എവിടേക്കോ നമ്മൾ ഇമോഷണലി നമ്മൾ ഒറ്റക്കാണ്, നമുക്ക് ഇമോഷണലി നമ്മൾ ആരും മനസ്സിലാക്കണില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരിക, നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുക, പിന്നെ മൂഡ് സ്വിങ്സ് വരിക, അതൊക്കെ ചെയ്യുന്നൊരു സമയമാണ് ഇത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഏറ്റവും വലിയ ഇമോഷണലി നമ്മളെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യുക ആ സമയത്ത് പറ്റുക ആർക്കാന്ന് വെച്ചാൽ നമ്മൾക്ക് തന്നെയാണ്. ആ ഒരു സത്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്താണ്, നമ്മൾ ചിന്തിക്കുകയാണ് ആര് കാരണമാണോ നമ്മളുടെ ലൈഫ് പാർട്ട്ണറെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പറയുക. നമ്മൾ ലൈഫ് പാർട്ട്ണറാണല്ലോ ശരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നമ്മളെ കൂടെ നമ്മളൊക്കെ ചേർത്ത് നിർത്തുന്ന എല്ലാവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പെയിൻ ആ സമയത്ത് എന്തായിരിക്കും, എങ്ങനെയെങ്കിലും പഠിച്ചവനെ ഒരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക, അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു ജീവൻ നല്ലപോലെ കിട്ടണം. അവർക്ക് എന്ത് സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കണ്ടേ, എന്തൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ, ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കണ്ടേ, ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടത് അവർക്കും അറിയില്ല. എസ്പെഷ്യലി ഫസ്റ്റത്തൊക്കെ ആണെങ്കിൽ അവരും നിസ്സഹായവരാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുക അങ്ങനെയല്ല, നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇമോഷണലി നമ്മൾ ഒറ്റക്കായി, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് മൈൻഡിൽ ഒരുപാട് പ്രഷറാണ്. എന്താ വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മാസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് അവർ വഹിക്കണം, ഒരുപാട് കാര്യങ്ങൾ അവരെ സംബന്ധിച്ച്. അതിനേക്കാളൊക്കെ ഉപരിയാണ് അവർ ഓരോ മാസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താവും ഡോക്ടർ പറയുക, എന്താവും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മളറിയില്ല. പക്ഷെ ജെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് അവരുടെ ജീന് കൈമാറ്റം ചെയ്തു വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് സർവൈവ് ചെയ്യുക, അതായത് എങ്ങനെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എങ്ങനെ ഫാമിലീനെ സേഫാക്കുക, അവർക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളൊരു ചിന്തയാണ് ബോയ്സിനെ സംബന്ധിച്ച് പലപ്പോഴും. ജെൻസിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എങ്ങനെ ഇത് എന്താ പറയുക, എത്ര സമയം അവർ നമ്മളെ കൂടെ ഇരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടോ, ഇനി എത്ര സമയം അവരെ കൂടെ ഇരിക്കുക, അങ്ങനെയുള്ളൊരു ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു കെയറിങ്ങും സപ്പോർട്ടൊക്കെ ആഗ്രഹിക്കും. പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാത്തിനേക്കാളും ബെസ്റ്റായിട്ട് എല്ലാവരെക്കാളും ബെസ്റ്റായിട്ട് എൻ്റെ ഫാമിലിനെ എങ്ങനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ തോട്ട്. അപ്പോൾ ഇതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും നമ്മൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. നമ്മളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ നമുക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല.
പക്ഷെ അവിടെയാണ് നമ്മൾ വീക്കാവണത്. നമ്മൾ ചിന്തിക്കുക ഇല്ല, എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും കുഞ്ഞിൻ്റെ ഹെൽത്തിലേക്ക് എത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് കുഞ്ഞിൻ്റെ മൈൻഡിനെ വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. അതായത് നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ സെൽഫായിട്ട് നമ്മളെ ഒന്ന് ഹഗ് ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് കിസ് ചെയ്യുക, നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുക. നമുക്കെന്താണോ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അത് ജസ്റ്റ് ഒന്നൊരു നല്ലൊരു ചായ ഇട്ട് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതിട്ട് കുടിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് തന്നെ ഒന്ന് എന്താ പറയുക, നമുക്ക് കയ്യും കാലും എല്ലാം ഇല്ലേ, അപ്പോൾ നമ്മളെന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുക. നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഒന്ന് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഇട്ടുക. നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യുക. നമ്മളെ കുഞ്ഞിന് വേണ്ടി നമുക്ക് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കഴിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുക. എത്ര അടിപൊളിയായിട്ടാണ് ഞാൻ എന്നെ കെയർ ചെയ്യണത്, എത്ര അടിപൊളിയായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കണത് എന്നൊക്കെ പറയും. നമ്മൾ കണ്ണാടി നോക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ഒരു എന്താ പറയുക, ഒരു സ്നേഹവും ഇതൊക്കെ നമ്മളോട് തന്നെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ പാർട്ട്ണർ നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മളും ഹാപ്പി, അപ്പോൾ അവരും ഹാപ്പിയായി. കൂടുതൽ എനർജിയും കൂടുതൽ മണിയൊക്കെ അവരിലേക്കും ഫ്ലോ ചെയ്യും. അതിൻ്റെ ഒരു ഫാക്ടർ നമ്മളിലേക്കും വരും, ആ എനർജി കുഞ്ഞിലേക്കും വരും. അങ്ങനെ ഒക്കെയാണ് അതിൻ്റെ ഒരു മീൻസ്. അപ്പോൾ കുഞ്ഞും എന്താണ് ഓൾറെഡി ഹാപ്പിയായി. അപ്പോൾ പിന്നെ ഇനിയിപ്പം ഡെലിവറി ടൈമിലാണെങ്കിൽ നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവില്ല. നമ്മൾ ഡെലിവറി ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവില്ല. ഫീഡിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് പലരുടെയും പ്രശ്നമാണ് മിൽക്കില്ല എന്നുള്ളതൊരു, പലപ്പോഴും നമ്മൾ ടിൻ ഫുഡൊക്കെ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം അധികം അതൊക്കെ സ്ട്രെസ്സിൽ നിന്നാണ് അതൊക്കെ വരുന്നത്. നമുക്ക് സ്ട്രെസ് ആകുമ്പോൾ നമുക്ക് വേറെ പല ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് ഇങ്ങനെ ഹാപ്പിയായിട്ട് നമ്മളെ ഹാപ്പിയാക്കി വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് ഫീഡിങ്ങിൻ്റെ സമയത്ത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫീഡിങ് കുഞ്ഞിനും ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ലോകത്ത് ആരും നമ്മളെ കെയർ ചെയ്യാനില്ലെങ്കിലും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഏറ്റവും വലിയ പവറല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്. അതായത് ഏറ്റവും അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ശക്തി. ഈ ലോകം സൃഷ്ടിക്കുമ്പം, അതായത് ഈ ലോകത്തിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ വരുമ്പം ഇവിടെ ഒന്നുമില്ല അല്ലേ, എന്താ പറയുക, കുറേ ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതല്ലാതെ നമ്മളിപ്പോൾ ഇന്ന് ഇരിക്കണ എന്താ പറയുക, സുഖസൗകര്യങ്ങളുള്ള വീടോ അതിൽ സഞ്ചരിക്കാനുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ നമ്മളെല്ലാം ഇപ്പം മെഷീനാണ്, നമ്മളല്ല വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ലോകത്ത് ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്? മനുഷ്യന്മാരാണല്ലേ. മനുഷ്യൻ്റെ ഉള്ളിൽ പടച്ച തമ്പുരാൻ, ദൈവം തമ്പുരാൻ എന്ത് ചെയ്തിട്ട് വലിയ കഴിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പവറുള്ള നമുക്കൊന്ന് സ്നേഹിച്ചുകൂടെ? ആ സ്നേഹം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ എന്ത് ചെയ്യും, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു തലമുറനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക, സ്വർഗ്ഗലോകം നമുക്ക് ഇവിടെ തന്നെ പണിയാൻ പറ്റും അല്ലേ. അപ്പം എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഒരു ബോധതലത്തിൽ നമ്മൾ കുറേ റീൽസിൻ്റെ കൂടെ നമ്മുടെ റിയൽ ലൈഫിലും കൂടി കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാപ്പി ആയിട്ടുള്ളൊരു തലമുറനെ സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും നല്ല നല്ല കണ്ടൻ്റായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ശരി, ഇതുവരെ കണ്ടതിന് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.